നമസ്കാരം. പ്രസ് മലയാളം ടിവിയിലേക്ക് സ്വാഗതം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം ജംഗ്ഷനിൽ സർവീസ് റോഡുകളുടെ വീതി കൂട്ടുകയും ടാറിടാതെ മെറ്റൽ പൊടിയും പാറപ്പൊടിയും ഇട്ടത് പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടി മൂലം കാൽനട യാത്രക്കാർക്കും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലുള്ളവരും ബുദ്ധിമുട്ടുകയാണ്. പൊടിശല്യം രൂക്ഷമായി കൊട്ടിയം. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിൽ വീതി കൂട്ടുകയും മെറ്റലും പാറപ്പൊടിയും ഇട്ടതോടുകൂടിയാണ് പൊടിശല്യം രൂക്ഷമായിരിക്കുന്നത്. മെറ്റലും പാറപ്പൊടിയും ഇട്ടിട്ട് ടാർ ഇടാത്തതിനാലാണ് പൊടിശല്യം ഇവിടെ രൂക്ഷമായി തുടരുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉയരുന്ന പൊടി മൂലം കാൽനട യാത്രക്കാർക്കും സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലുള്ളവരുമാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവിടെ ഒരു ഉദ്യോഗസ്ഥനവിടെ നിന്ന് ഒരാള് ഈ റോഡില് സിഗ്നൽ കാണിക്കുന്നവരാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ഇത് ഇത്രയും പൊടി സഹിക്കാൻ വയ്യ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞേ, ഞങ്ങൾ നാളെ ഒരു വണ്ടി ഇവിടെ തടയും. അന്നേരം അദ്ദേഹം ഒരു പോലീസുകാരനാണ്, ഒരു ഉദ്യോഗസ്ഥനാണ്, ബൈക്കുമായിട്ട് നിന്ന് ചെയ്ത്. അപ്പോൾ അയാൾ പറയാണ്, എന്നാൽ അന്ന് തടഞ്ഞു നോക്കാൻ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇത് ഇത്രയും സ്ഥലം കൂടെ അങ്ങ് താറ് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 75% 25% ഇനി ചെയ്യാനുള്ളത്. ഇത് താറ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് അയാൾ പറയുന്നത് 2 കോടി രൂപ ആവണമെന്ന് താറ് ചെയ്യാം. അപ്പം ഞാൻ പറയാനുള്ള പറഞ്ഞു, പിന്നെ സാറിന് ഇഷ്ടം പോലെ ചെയ്യും. പക്ഷേ ഇവിടെ ഇരിക്കാൻ പോയി, ഞങ്ങളെല്ലാം ഈ മാക്സിമായിട്ട് ഇരിക്കുക. എനിക്കിപ്പോൾ കേടായി, കടയിലെ 2-3 പിള്ളേർക്ക് പനിയായി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇത് ഇത്രയും സ്ഥലം കൂടെ 1-2 ദിവസം കൊണ്ട് ഈ പണി തീരത്തില്ല. ഒരു 6-7 മാസം എടുക്കും. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ താറ് ചെയ്യാൻ 2 കോടി രൂപ ഒന്നും വേണ്ട. അതിന് എത്ര കാശ് വേണമെന്ന് നമുക്കറിയാം. ഒരു 2-3-4 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അത് അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? അതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം വളരെ പ്രതിഷേധമുണ്ട്. ഇതിലെ മനുഷ്യന് പോകാൻ വയ്യ, കടയിൽ ആരും വരുന്നില്ല. കൊട്ടിയം നഗരത്തിൻ്റെ ഈ വികസനവുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങളായി ഈ നാഷണൽ ഹൈവേ 66 വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് വീതി കൂട്ടുന്നതിൻ്റെ പേരിൽ ഈ സർവീസ് റോഡ് ഉണ്ടാക്കുകയും ആ സർവീസ് റോഡ് രീതിയിൽ അതിനെ ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ കുഴികൾ മൂടുകയോ ഒന്നും ചെയ്യാതെ തന്നെ സർവീസ് റോഡ് ആരംഭിക്കുകയും ഈ റോഡ് പൂർണ്ണമായി സൈഡെടുത്തുകൊണ്ട് ഈ വാഹനങ്ങളെ ഒരു വഴിയിൽ കൂടെ മാത്രം കടത്തിവിടുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഈ കൊട്ടിയം പ്രദേശത്തെ ഏതാണ്ട് ഒരു ദിവസം 10,000-ൽ പരം വാഹനങ്ങളും അതുപോലെ തന്നെ 50,000-ൽ പരം ആളുകളും വന്നു പോകുന്ന സ്ഥലങ്ങളാണ് ഈ കൊട്ടിയം പ്രദേശം. ഈ കൊട്ടിയം പ്രദേശത്ത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായുള്ള ഈ ട്രാഫിക് സംവിധാനം ആകപ്പാടെ താറുമാറായി കിടക്കുകയാണ്. അധികൃതർ ഇത് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ രാവിലെ 6 മണി മുതൽ ഈ വൈകിട്ട് 12 മണി വരെയും വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളും തൊട്ടടുത്ത് താമസിക്കുന്ന പ്രദേശവാസികളുമൊക്കെ ഈ പൊടിശല്യം മൂലം വളരെയധികം ഖേദിക്കുകയാണ്. ഈ സർവീസ് റോഡുകൾ പൂർണ്ണമായിട്ട് ടാർ ചെയ്യാതെ ഇതിനൊരു പരിഹാരം ആവില്ല എന്ന് വ്യാപാരികൾ വളരെ കാലമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും കൊട്ടിയം പ്രദേശത്ത് ഈ പൊടിശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ പുല്ലിച്ചിറ പള്ളിയിലെ പെരുന്നാൾ കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് 10,000-കണക്കിന് വാഹനങ്ങൾ ദിവസവും വന്നു പോവുകയാണ്. തീർച്ചയായിട്ടും സർവീസ് റോഡ് പൂർണ്ണമായിട്ട് ടാർ ചെയ്ത് ഈ പൊടിശല്യത്തെ മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പേരിൽ വളരെ ശക്തമായ പ്രതിഷേധ യോഗങ്ങൾ ചേരുകയും ഇതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധികൃതർ തീരുമാനിച്ചിരിക്കുകയാണ്. പൊടിശല്യം കൊണ്ട് കൊട്ടിയത്തെ വ്യാപാരത്തിന് വളരെയധികം കുറവും അതുപോലെ തന്നെ ഈ വസ്തുക്കളെല്ലാം കടയിൽ വെച്ചിരിക്കുന്ന തുണിയായാലും കണ്ണാടിയായാലും മൊബൈലായാലും ഒക്കെ പൂർണ്ണമായിട്ട് നശിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൊട്ടിയത്തെ ഈ പൊടിശല്യം അധികൃതർ എത്രയും വേഗം തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ പൊടിശല്യം മാറ്റിത്തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടിയം ഇന്ന് ഒരു സ്തംഭനാവസ്ഥയിലാണ്. കാരണം നാഷണൽ ഹൈവേയുടെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് പണി നടക്കുകയാണ്. സർവീസ് റോഡ് തൊട്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇന്ന് റോഡ് ഡൈവേർഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാനോ അതിനോടൊപ്പം തന്നെ ഈ സ്ഥാപനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ്. സ്ഥാപനങ്ങളിലേക്ക്
ഇവിടുത്തെ പൊടിപടലങ്ങൾ അടിച്ചു കയറുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കച്ചവട സ്ഥാപനങ്ങളിൽ ആൾക്കാർ വരുന്നില്ല, കച്ചവടം ചെയ്യാൻ സാധിക്കുന്നില്ല. നിരവധി ബുദ്ധിമുട്ടുകളാണ്. ഇത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ ഭരണാധികാരികളും ശ്രദ്ധിക്കണം. എന്നാലേ ജനങ്ങൾക്ക്, കാൽനട യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതിനോടൊപ്പം തന്നെ കൊട്ടിയം ഹോളി ക്രോസ് റോഡിലോട്ട് പോകാനുള്ള ആ പാത അടച്ചു വച്ചിരിക്കുന്നത് കാരണം ആംബുലൻസുകൾക്ക് സഞ്ചരിക്കുവാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. അതുകൊണ്ട് ഇതാരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്? ഒന്ന് പോലീസ് ഓഫീസേഴ്സ്, രണ്ടാമത് നാഷണൽ ഹൈവേ അതോറിറ്റി. ഇവർ ശ്രമിച്ച് ഇതിന് പരിഹാരം കാണണം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് റൈസിംഗ് കൊട്ടിയത്തിൻ്റെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാറ്റ് വീശിയടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ പോലും കാണാൻ പറ്റാത്ത വിധത്തിലാണ് പൊടി ഉയരുന്നത്. റോഡരികിലെ വീടുകളുടെയും കടകളുടെയും മുൻവശവും പൊടി നിറഞ്ഞ നിലയിലാണ്. പൊടിശല്യം അടിയന്തരമായി ഇല്ലാതാക്കാൻ ഈ ഭാഗം പൂർണ്ണമായും ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൊട്ടിയം മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി എസ് കബീർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.